മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മുസ്ലിം വിരുദ്ധ പരാമർശ കേസിൽ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കടുത്ത നിരീക്ഷണമാണ് പി സി ജോർജിനെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പി സി ജോർജ് ചെയ്ത കുറ്റകൃത്യത്തെ പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് ലഘൂകരിക്കാനാകില്ല. പി സി ജോർജ് നിരന്തരം മതവിദ്വേഷ പ്രസംഗം നടത്തി. സമൂഹത്തിലെ റോൾ മോഡലുകളാണ് രാഷ്ട്രീയ നേതാക്കൾ. ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ശ്യാം ദേവരാജുന്റെ വിശദാംശങ്ങളുമായി. ശ്യാം, ഇതിൽ ഏറ്റവും പ്രധാനം കോടതിയുടെ നിരീക്ഷണങ്ങൾ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇത് മാപ്പ് പറഞ്ഞ് ലഘൂകരിക്കേണ്ടതല്ല എന്ന് കോടതി നിസ്സംശയം പറയുന്നു. മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് കൂടിയാണ് കോടതി ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. വിനിത വേണു, അങ്ങനെ തന്നെയാണ്. അതായത് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നത് ഹൈക്കോടതിയുടെ ഇന്നത്തെ സുപ്രധാനമായ ഒരു ഉത്തരവാണ്. ഈ മുസ്ലിം വിരുദ്ധ പരാമർശ കേസിലാണ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. ഈ കേസിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. ഈ കേസിൽ നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇതിൽ വിശദമായ വാദം കേട്ടതും ഇന്ന് ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നതിനപ്പുറത്തേക്ക് വിനിത വേണു സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് അതിന്മേൽ ഹൈക്കോടതി നടത്തുന്ന രൂക്ഷമായ കടുത്ത പരാമർശങ്ങളാണ്, നിരീക്ഷണങ്ങളാണ്. പി സി ജോർജിനെതിരെ പ്രഥമദൃഷ്ട്യാ മതവിദ്വേഷ പരാമർശ കുറ്റം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനാകില്ല, മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ കഴുകിക്കളയാനുമാവില്ല, അങ്ങനെയുള്ള മാപ്പപേക്ഷ അംഗീകരിക്കാനാകില്ലെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. 30 വർഷം MLA ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാളുടെ പരാമർശങ്ങൾ പൊതുസമൂഹം കാണുന്നുണ്ട്. സമൂഹത്തിലെ റോൾ മോഡലുകളാണ് രാഷ്ട്രീയ നേതാക്കൾ. ഭരണഘടനാപരമായ ആശയമാണ് മതേതരത്വം. അതിനെ ബാധിക്കുന്നതാണ് പി സി ജോർജിന്റെ പരാമർശം. ഇത്തരം പരാമർശങ്ങൾ മുളയിലെന്നുള്ള കുറ്റക്കാർ പിഴയടച്ച് രക്ഷപ്പെടാൻ അവസരം നിയമവ്യവസ്ഥ ഒരുക്കരുത്. ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യം നിയമ കമ്മീഷനും പാർലമെന്റും പരിശോധിക്കണം. പി സി ജോർജ് നിരന്തരം മതവിദ്വേഷ പ്രസംഗം നടത്തി. പി സി ജോർജിന് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നുമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവിൽ വിധിന്യായത്തിൽ നിരീക്ഷിക്കുന്നത്.